സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. മലയോര താലൂക്കായ നെടുമങ്ങാടും അതിനകത്തുൾപ്പെട്ട് വരുന്ന സ്ഥലങ്ങളും അതിൻ്റെ അയൽ സ്ഥലങ്ങളും ഒക്കെയാണ് സ്ഥലനാമ കൗതുകത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്തിൽ കിടക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് മലനാടിനെയും ഈ മലമ്പനിയുടെയും മരച്ചിനിയുടെയും നാട് എന്ന് ആക്ഷേപഹാസ്യത്തിൽ പട്ടണവാസികൾ പറഞ്ഞിരുന്ന ഈ സ്ഥലത്തിന് മറ്റേത് പ്രദേശങ്ങളെ ഒപ്പമോ അതിലേറെയോ ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന നിരവധി ഭൗതികമായ തെളിവുകൾ ഈ അഗസ്ത്യർകൂടത്തിൻ്റെ അടിവാരങ്ങളിൽ ഇന്നും കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് മക്കി എന്നാണ്. വിതുര പഞ്ചായത്തിൻ്റെ കിഴക്കേ അടിവാരത്താണ് ഈ സ്ഥലമുള്ളത്. ഇന്ന് ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഉള്ളതായി നമുക്ക് തോന്നുകയില്ല. തിരുവനന്തപുരം ജില്ലയിലെ ഏക ഗിരിവർഗമായ കാണിക്കാരുടെ പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രങ്ങളിലൊന്നാണ്. ഈ മക്കി ഏതാണ്ട് പേരിന് പോലും സൗന്ദര്യമില്ലാത്ത ഈ സ്ഥലത്തെക്കുറിച്ച് പുറത്തങ്ങനെ അധികം ആർക്കും അറിയില്ല. എന്നാൽ സെൻട്രൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, പുരാവസ്തു വകുപ്പ് ഇവിടെ എത്തുകയും ഇവിടെ അതിവിശേഷമായ ഒരു ജൈന പ്രതിമയെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രതിമ ഇന്ന് നമുക്ക് ഈ മക്കി എന്ന് പറയുന്ന പ്രദേശത്ത് ചെന്നാൽ കാണാൻ പറ്റും. നഗ്നമാണ് ആ പ്രതിമ. നിൽക്കുന്ന രൂപത്തിലാണ്. ഉച്ചയിൽ ഉഷ്ണീഷമുണ്ട്. അതിനടുത്ത് ചാത്തൻകോട് എന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ ബിംബം അല്ലാതെ പ്രത്യേകിച്ച് കെട്ടിപ്പടുത്ത ഒരു ക്ഷേത്ര സമുച്ചയമോ ക്ഷേത്ര കെട്ടിടങ്ങളോ ഒന്നുമില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ ഇന്ന് അത്യാവശ്യം ആരാധന നടക്കുന്നുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഉത്സവവും നടത്താറുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഈ സ്ഥലത്തിനടുത്തുള്ളൊരു പ്രദേശമാണ് ചാത്തൻകോട്. പണ്ട് പല എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞതാണ്, ചാത്തൻ എന്നത് സംസ്കൃതത്തിലെ ശാസ്തനിൽ നിന്നും ദ്രാവിഡീകരിക്കപ്പെട്ടൊരു പദമാണ്. ശാസ്താവ് നമുക്കറിയാം, ബുദ്ധനെയാണ് സാധാരണ ശാസ്താവ് എന്ന പദം കൊണ്ട് വീക്ഷിക്കുന്നത്. അപ്പോൾ ബുദ്ധനുമായി ഈ ബിംബത്തിന് ബന്ധമുണ്ടോ? ഇവിടെയാണ് നമ്മൾ ഒരു അന്വേഷണം, ഈ സ്ഥലനാമത്തിൻ്റെ നിരുക്തിയെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കണം. നെടുമങ്ങാട് താലൂക്കിൻ്റെ കിഴക്കേ അതിരായി കിടക്കുന്നതാണ് ഈ പശ്ചിമഘട്ടവും അതിൻ്റെ ഏകദേശം ഏറ്റവും രണ്ടാം തരത്തിൽ പൊക്കമുള്ള അഗസ്ത്യർകൂടമൊക്കെ കിടക്കും. ആദ്യത്തേത് ആനമുടിയാണ്, അത് കഴിഞ്ഞാൽ അഗസ്ത്യർകൂടമാണ്. ഈ അഗസ്ത്യർകൂടം ചെറുത്ത് നിൽക്കുന്നത് കൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. ദുർഘടമായ മലകൾ കിഴക്ക് ഭാഗത്തുള്ളതുകൊണ്ട് ഒരൊറ്റപ്പെട്ട പ്രദേശമാണ് എന്ന് പൊതുവെ നമുക്ക് വിലയിരുത്താം. പക്ഷേ സംഭവം അങ്ങനെയല്ല. പഴയ നെടുമങ്ങാട് താലൂക്കിൽ
4 മലമ്പാതകൾ നെടുമങ്ങാട്ട് നിന്നും തമിഴ്നാട്ടിലെ പാണ്ടിയിലേക്ക് ഉണ്ടായിരുന്നു. ഒന്ന് കോട്ടൂർ വഴിയുള്ള കീരവാടാത്തടം, രണ്ടാമത്തേത് ആര്യനാട് വഴിയുള്ള ആര്യനാട് ചുരം, മൂന്നാമത്തേത് മക്ക് വഴി പോകുന്ന അല്ലെങ്കിൽ വിതിര വഴി പോകുന്ന പഴയ പാണ്ടിപ്പെരുവഴി എന്ന് പറയുന്ന പാണ്ടിപ്പത്ത്. ഇനി ഒരെണ്ണം ഉള്ളത് ചെന്തരണി വഴിയുള്ളതാണ്. അപ്പോൾ പ്രധാനമായും കീരവാടാത്തടം കോട്ടൂർ വഴിയുള്ളത്, ആര്യനാട് ചുരം, നെടുമങ്ങാട് വിതിര വഴിയുള്ള പാണ്ടിപ്പെരുവഴി. ഇതിനെക്കുറിച്ച് പല പരാമർശങ്ങളും ഉണ്ട്. നമ്മുടെ വനം വകുപ്പ് ഇതിനെക്കുറിച്ച് സർവേ നടത്തി അതിൻ്റെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രാചീന കാലത്ത് നിന്ന് പെരുവഴികളെക്കുറിച്ച്. അപ്പോൾ പാണ്ടിയിൽ നിന്ന് കുരുമുളക് കച്ചവടത്തിനായി വന്നവർ ചവിട്ടിത്തെളിച്ച പാതകളാണ് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ജൈന സന്യാസിമാരും ബുദ്ധ സന്യാസിമാരും ഈ പ്രദേശം വഴി കടന്നു വന്നിട്ടുണ്ട് എന്ന് 798 കുവലയമാല കഥ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതായി ഞാൻ ഇതിനു മുമ്പ് പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം 8-ാം നൂറ്റാണ്ടിനു മുമ്പ് തന്നെ ജൈനന്മാരും ബുദ്ധന്മാരും ഒരുപക്ഷെ മറ്റു മതസ്ഥരുമൊക്കെ ഈ മല കടന്ന് വന്നിരിക്കാം എന്നാണ് തെളിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കയിൽ നമ്മൾ കാണുന്ന പ്രതിമ നഗ്നമാണ് എന്ന് പറഞ്ഞു. ജൈനമതത്തിലെ 2 വിഭാഗങ്ങളാണ്. ഒന്ന് ശ്വേതാംബരന്മാർ, വെള്ള ധരിക്കുന്നവരും മറ്റവർ നഗ്ന ശരീരവുമായി നടക്കുന്ന ആളുകളുമാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ജൈനമത സന്യാസിമാർ ഒരുപക്ഷെ മതപ്രചരണത്തിനായോ അല്ലെങ്കിൽ ജൈന വിശ്വാസികളായ കച്ചവടക്കാരോ ഈ മലമ്പ്രദേശം വഴി വന്നിരിക്കാം, നെടുമങ്ങാട്ട് നിന്ന് കുരുമുളക് ശേഖരിച്ചിരിക്കാം, തിരിച്ചു പോയിരിക്കാം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ന് പശ്ചിമഘട്ടത്തിലെ ഉൾവനങ്ങൾക്കുള്ളിൽ നിരവധി ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. ബ്രൈമൂറിൽ നമുക്കൊരെണ്ണം കാണാൻ പറ്റും. ശബരിമല വനത്തിനകത്തിരിക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ മംഗളാദേവി ക്ഷേത്രം വനത്തിൻ്റെ ഉച്ചിയിലിരിക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇങ്ങനെ മലമ്പ്രദേശങ്ങളുടെ ഉച്ചിയിൽ ഇത്തരം ക്ഷേത്രങ്ങൾ വരുന്നതിനുള്ള പ്രധാന കാരണം ഈ കച്ചവടക്കാർ കയറി ഇറങ്ങിയ മലയുടെ ഉച്ചിയിൽ അവരുടെ വിശ്രമാർത്ഥമോ അവരുടെ ആരാധനാർത്ഥമോ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ, ബിംബങ്ങൾ ആകാം എന്ന്. അങ്ങനെ ജൈനമതക്കാർ കടന്നു വന്ന വഴിയിൽ സ്ഥാപിച്ചൊരു ബിംബമാവണം ഇത് എന്നാണ്. അതായത് മക്കയിലെ ജൈനപ്രതിമ എന്നാണ്. ജൈനപ്രതിമ എന്നുള്ള പഠനം ഏകദേശം ആർക്കിയോളജി പുരാവസ്തു ഗവേഷകരൊക്കെ, കേന്ദ്ര പുരാവസ്തു ഗവേഷകരും കേരള പുരാവസ്തു ഗവേഷകരും വിലയിരുത്തിയിട്ടുണ്ട്. അത് പുരാവസ്തു സംരക്ഷണ വകുപ്പിൻ്റെ കീഴിലാണ് താൻ. അപ്പം ഇവിടെ നമ്മൾ ഇതിനെ അടിസ്ഥാനമാക്കി വേണം നമ്മൾ മക്കയുടെ നിരുക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ശാസ്താവാണ് ചാത്തനായി മാറിയത്. ആ ചാത്തൻ്റെ പേരിലൊരു സ്ഥലമുണ്ട്, ചാത്തൻകോട്, ഈ മക്കയ്ക്കടുത്താൻ. ഈ ബുദ്ധൻ്റെ അപരനാമം ചാത്തനാണ്, പക്ഷെ അവിടെ ഇരിക്കുന്നത് ജൈനപ്രതിമയാണ്. എങ്ങനെയാണ് ഈ വ്യത്യാസം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ചാത്തൻ എന്നുള്ള പേര് ബുദ്ധമതക്കാരെയാണ് ആദ്യം അവരെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ പിൽക്കാലത്ത് എല്ലാ ഹൈന്ദവേതര മതങ്ങളെയും ഉപയോഗിച്ചിരുന്നു. പുല്ലേലി കുഞ്ചു എന്ന് പറയുന്ന ഒരു മലയാളത്തിലെ ആദ്യകാല നോവലുകളിലൊന്നാണ് പുല്ലേലി കുഞ്ചു. ഈ പുല്ലേലി കുഞ്ചുവിൽ ക്രിസ്ത്യാനികളെ പറയുന്നത് ബൗദ്ധർ എന്നാണ്. അതുപോലെ തന്നെ ഈഴവരെ അവരെ ബൗദ്ധർ എന്ന് വിളിച്ചിരുന്നതായി പഴയ കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ
OV വിജയൻ അങ്ങനൊരു സൂചന നൽകുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഹൈന്ദവേതര മതങ്ങളെല്ലാം ചാത്തൻ്റെ പേരിലോ ബൗദ്ധൻ്റെ പേരിലോ ബുദ്ധൻ്റെ പേരിലോ അറിയപ്പെട്ടിരുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ജൈനമതത്തെയും അല്ലെങ്കിൽ ചാത്തന്മാരെന്ന് വിളിച്ചിരിക്കാം, അവരുടെ സെറ്റിൽമെൻറ്റിന് ചാത്തൻകോടെന്ന് പറഞ്ഞിരിക്കാം. ഇതിൽ കോട എന്ന പദമാണ് ബുദ്ധമതവുമായി ജൈനമതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പല എപ്പിസോഡിൽ സൂചിച്ചാണ് കോട്. വടക്കേ ഇന്ത്യയിലെ കോട്ട് എന്ന പദത്തിൽ നിന്നാണ് കോഡ് രൂപം കൊണ്ടത് എന്നും ഈ കോഡ് ഒരുപാട് സ്ഥലനാമങ്ങളുമായി ചേർന്ന് വരുന്നുണ്ട് എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഡ് എന്ന പദം ഇവിടെ എത്തിച്ചത് ജൈനമതക്കാരാണെന്ന് ഭാഷാ പണ്ഡിതർ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ചാത്തനെന്ന ബുദ്ധനെയും കോടെന്ന ജൈനനെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥലനാമമാണ് ചാത്തൻകോട്. പക്ഷേ ഇപ്പോഴും നമ്മൾ മക്കയിലേക്ക് എത്തിയിട്ടില്ല. ഇനി നമുക്ക് മക്കയിലേക്ക് വരാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ മക്കയും ചാത്തൻകോടും അതിൻ്റെ ചുറ്റുവട്ടങ്ങളുമെല്ലാം ബൗദ്ധരുടെയോ ജൈനരുടെയോ സെറ്റിൽമെൻറ്റ് ഏരിയ ആയിരുന്നു. അവരിവിടെ കൊണ്ടുവന്നത് കച്ചവടക്കാരാകാം, അവർ വന്നത് കുരുമുളക് വാങ്ങാനാകാം. ഇനിയാണ് നമ്മൾ മക്കയിലേക്ക് പറയുന്നത്. ഈ മക്കയുടെ പഴയ പേര് മക്കിക്കുന്ന് എന്നാണ്. നമ്മൾ പണ്ട് തിരുവനന്തപുരത്തെ കവടിയാർ പാലസ്, ഇന്നത്തെ കവടിയാർ പാലസ് ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കവടിയാർ കുന്ന് കൊട്ടാരം എന്നായിരുന്നു. നമ്മൾ കുന്നിനെ അങ്ങ് കളഞ്ഞു, എളുപ്പത്തിൽ പറയാൻ വേണ്ടി കവടിയാർ കൊട്ടാരം എന്നാണ് ഇന്ന് പറയുക. കനകക്കുന്ന് കൊട്ടാരം എന്നാണ് പറയുക. ഇന്ന് കനക കൊട്ടാരം എന്നൊക്കെ പല അവിടെ കനകനഗരൊക്കെ ഇപ്പോൾ രൂപം കൊണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മൾ എളുപ്പത്തിൽ പറയുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും പദങ്ങളെ മുറിച്ച് കളയാറുണ്ട്. ചാരക്കറ എന്നുള്ളതിന് നമ്മൾ ചാരക്ക എന്ന് പറയാറുണ്ട്. ഈ പാക്കിൻ്റെ സമയം പാക്ക് ഊറ പിടിച്ച പാക്കിന് ചാരക്ക ഊറിയത് എന്ന് പറയും. യഥാർത്ഥത്തിൽ ചാരക്കറയാണ്. അതിന് നമ്മൾ പറയാൻ എളുപ്പത്തിന് നമ്മൾ ഈ വാക്കുകളെ കളയുകയോ അക്ഷരങ്ങളെ ചുരുക്കുകയോ ചെയ്യുന്നൊരു പതിവ് മലയാളിക്കുണ്ട്. മലയാളിക്കല്ല, മിക്കവാറും ലോകത്തുള്ള എല്ലാ സമൂഹങ്ങളും ഇത് വെച്ച് കൊള്ളുന്നു. എളുപ്പമാണല്ലോ നമ്മളെപ്പോഴും നോക്കുക. അപ്പോൾ അങ്ങനെ മക്കിക്കുന്ന് മക്കിയായി ചുരുങ്ങി. അപ്പോൾ ഇനി എന്താണ് മക്കി? നമുക്കറിയാം, മതം മാറുന്നവരെ മാർഗികൾ എന്ന് പറയും. മാർഗം കൂടിയവൻ എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം, അത് ക്രിസ്തു മതത്തിലേക്കോ ഇസ്ലാം മതത്തിലേക്കോ കുടിയേറിയ ആളുകളെ ആ വിശ്വാസത്തിലേക്ക് മാറിയവരെയാണ് നമ്മൾ മാർഗികളെന്ന് പറയുക. ക്രിസ്തുമത വിശ്വാസികളുടെ ഇടയിലൊരു കളിയുണ്ട്, നിങ്ങൾക്കറിയാം, മാർഗം കളി. മാർഗം കൂടിയ സ്ത്രീകളുടെ കളി എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. മാർഗം കളി ഇന്ന് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ കലോത്സവത്തിലൊക്കെ ഒരു മത്സര ഇനമാണ്. അപ്പോൾ മാർഗം കളി ക്രിസ്ത്യാനികളുടെ കളിയാണ്. ആ സ്ത്രീകൾ ആ വേഷം അണിയുന്നത് തന്നെ ചട്ടയും മുണ്ടുമൊക്കെയാണ് ധരിച്ചുകൊണ്ടാണ്. പഴയ ക്രിസ്തീയ വേഷത്തിലാണ് അവർ പ്രത്യക്ഷപ്പെടുന്നത്, പാരമ്പര്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ആചാരം. അപ്പോൾ മാർഗി എന്ന് പറഞ്ഞാൽ മാർഗം കൂടിയവൻ. ഹിന്ദുമതത്തിൽ നിന്നോ ഇവിടെ നിലനിന്നിരുന്ന ആദിവാസി സമൂഹത്തിൽ നിന്നോ ക്രോഡീകൃത മതങ്ങൾ ഏതെങ്കിലും സ്വീകരിച്ചവരെ നമ്മൾ മാർഗി എന്ന് പറയും. മാർഗം കൂടിയവൻ മാർഗി. മാർഗി നമ്മുടെ വാമൊഴി മലയാളത്തിൽ മക്കിയായി ചുരുങ്ങി. മാർഗി മക്കിയായി, മക്കിക്കുന്ന് മാർഗിയായി, മാർഗി മക്കിയായി. അങ്ങനെ ആണ് ഈ സ്ഥലനാമം രൂപപ്പെട്ടത്. ഇതേപോലൊരു മക്കിക്കുന്ന് ഇന്നും വയനാട്ടിലുണ്ട്. വയനാട്ടിൽ മക്കിക്കുന്ന് എന്നൊരു സ്ഥലം ഇന്നുമുണ്ട്. കുന്നാണ്, ഇതേ ഭൂപ്രകൃതി കാണിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ നിന്ന് കർണാടക തമിഴ്നാട് ബോർഡറിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രവേശന വഴികൾ അപ്പോഴേ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുമുണ്ട് വയനാട്ടിൽ. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം, തമിഴ്നാട്ടിൽ നിന്നും അവർക്ക് വളരെ ദുർലഭവും അവർക്ക് അത്യാവശ്യവുമായ കറുത്ത സ്വർണമായ കുരുമുളക് തേടി ഇവിടെ എത്തിയ കച്ചവടക്കാരോടൊപ്പം സഞ്ചരിച്ച ജൈനർ സ്ഥാപിച്ചതാകാം, അല്ലെങ്കിൽ മതപ്രചരണത്തിനായി വന്ന ജൈനർ സ്ഥാപിച്ചതാകാം. അക്കൂട്ടത്തിൽ അവിടെ ഒരു ആശ്രമം വന്നിരിക്കാം. അവരുടെ ബിംബമാണ്, അവർ സ്ഥാപിച്ച ബിംബമാണ്, അവരുടെ ആരാധനാലയമാണ്. വേനലും മഴയും മഞ്ഞുമൊക്കെ കൊണ്ട് നിന്നു പോരുന്ന ഈ ജൈന പ്രതിമ. അതുമാത്രമല്ല, ഞാൻ കോട്ടൂരിനെ കുറിച്ച് പറഞ്ഞ
കൂട്ടത്തിൽ അവിടുത്തെ ഒരു പള്ളിപതി വടക്ക് രാജസ്ഥാനിൽ നിന്ന് വന്ന കുവലയചന്ദ്രനും അവിടുത്തെ ആദിവാസി സമൂഹവുമായി ഏറ്റുമുട്ടുമ്പോൾ ഒരു ജൈന സന്യാസി, പള്ളിപതി എന്ന് പറയുന്ന ജൈന സന്യാസി ഇടപെട്ട് ആ യുദ്ധം അവസാനിപ്പിച്ചതായി നമ്മൾ ആ കൃതിയിൽ വായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് നെടുമങ്ങാടിൻ്റെ കിഴക്കേ അതിരായ സഹ്യപർവ്വതത്തിൽ ജൈനരുടെയും ബൗദ്ധരുടെയും ആരാധനാലയങ്ങളുടെ തെളിവുകൾ കാണാം. അവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ സ്ഥലങ്ങളുണ്ട്, അവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ സ്ഥലനാമങ്ങളുണ്ട്, അവരുടെ ഭാഷ നമുക്ക് സംഭാവന ചെയ്ത സ്ഥലനാമങ്ങളിലൂടെയും ഒക്കെ സംഭാവന ചെയ്ത പദത്തിൻ്റെ അവശേഷിപ്പുകൾ നെടുമങ്ങാടൻ വാമൊഴി ഭാഷയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കിഴക്കേ പർവ്വതം, അതായത് അഗസ്ത്യർകൂടവും അനുബന്ധ മലകളും നമ്മളെ അന്യദേശങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയല്ല ചെയ്തത്, നമ്മളെ സാംസ്കാരികമായി അന്യദേശങ്ങളുമായി അടുപ്പിക്കുകയാണ് ചെയ്തത്. അതിനു വേണ്ടിയുള്ള വഴികളും ആ വഴികൾ സൃഷ്ടിച്ച മറ്റ് തെളിവുകളും നമ്മുടെ മുമ്പിൽ സുലഭമായി കാണാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളൊന്നും അധികം അങ്ങനെ നടന്നിട്ടില്ല. അപ്പോൾ നെടുമങ്ങാട് മലമ്പനിയുടെയും മരച്ചിനിയുടെയും നാടെന്ന പരിഹാസ ചൊല്ലിന് പകരം വെക്കാവുന്ന, ഒരുപക്ഷെ ഇതൊക്കെ പറയുന്നവരുടെ മറ്റു നാടുകളെപ്പോലെയോ അതിലേറെയോ പ്രാധാന്യവും പഴക്കവും സാംസ്കാരിക പൈതൃകവും സമ്പന്നതയും പുലർത്തുന്നൊരു നാടാണ് നെടുമങ്ങാട് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു സ്ഥലനാമമാണ്